തരൂര് തന്റെ അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇനി കോൺഗ്രസിനകത്ത് അങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ടോ, പോകാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അതിനോടൊരു അഭിപ്രായം പ്രതികരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ മാർഗമല്ലെന്നാണ് എൻ്റെ ഫീലിംഗ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പ് ഡിസ്കസ് ചെയ്യുക, എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലക്ക് ഞാനതിന് ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. KPCC നോക്കേണ്ടുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് തന്നെ അത് തിരുത്താനും സാധിക്കുന്ന ആളാണ്. അദ്ദേഹം അത് തിരുത്തിക്കോട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ. ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം പരസ്യമായ ഒരു മാധ്യമത്തിലല്ല പ്രതികരിക്കേണ്ടത്, പാർട്ടിക്ക് വേദികളിലല്ലേ? അല്ല, സ്വാഭാവികമായും അങ്ങനെയാണ് കാണേണ്ടത്. ശശി തരൂരിനെ പോലത്തെ ഒരാൾ അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതായത് ശശി തരൂർ പരസ്യമായ മാധ്യമത്തിൽ പ്രതികരിച്ചത് ശരിയല്ല. അദ്ദേഹത്തെ എല്ലാ കാലവും വളരെ പിന്തുണച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നു. പക്ഷേ അതിന് വിട്ട് പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി ഒരു 4 തവണ വിളിച്ച് കിട്ടിയില്ല. അത് പറയും. CPM ഇപ്പോൾ അവർ വളരെയധികം സ്വാഗതം ചെയ്യാണ്. CPM-നുള്ള സാധ്യത പ്രസിഡന്റ് കാണുന്നുണ്ടോ? അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസിൻ്റെ അകത്ത് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി, ആ പ്രൊവോക്കേഷൻ ഒരു വലിയ ഒരു എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിലൊരു പ്രവർത്തനത്തിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് നല്ലൊരു നേതാവില്ല എന്നുള്ളതാണ്. ആയിരിക്കാം. ഓരോള്ള എൻ്റെ ലീഡർഷിപ്പിൻ്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് തോന്നി അതാണെങ്കിൽ പിന്നെ എനിക്കതിനകത്ത് പരാതി പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നന്നാകാൻ നോക്കാം. പക്ഷേ പ്രസിഡന്റ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ CPM അങ്ങേരും തമ്മിൽ, അതായത് CPM-ഉം ശശി തരൂരും തമ്മിൽ വല്ലാതെ ടൈപ്പ് കാണുന്നുണ്ട് പല വിഷയങ്ങളിലും. അത് ഇതിന് മുന്നോടിയായിട്ടുള്ള ഇതൊക്കെ ഈ ഇന്റർവ്യൂവിന് മുന്നോടിയായിട്ട് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു കളമാണോ? ബോധപൂർവമുള്ളൊരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അകത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് തിരുത്തുന്നതിനൊരു കുഴപ്പമില്ല. ആരും അദ്ദേഹത്തെ വിമർശിക്കുകയോ പാർട്ടി വിട്ടു പോകുന്ന വലിയ ഒന്നും പറഞ്ഞിട്ടില്ല. ശശി തരൂരിനെതിരെ ആരും നമ്മളെ പാർട്ടിയുടെ അകത്ത് പ്രതികരിച്ചിട്ടില്ല. ഒരു നേതാവും നമ്മളെക്കാളൊക്കെ സീനിയറായ നേതാക്കന്മാർ പോലും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ വേറൊന്നും സംഭവിച്ചിട്ടില്ല. തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് തിരിച്ചു കൊണ്ട് പോയാൽ മതി. പാർട്ടിയുടെ അകത്ത് ഇല്ല, അതൊന്നും ഞാൻ ബാലന്റെ ചൂണ്ടയൊന്നും ഇപ്പം പോക്കില്ല. ആ ചൂണ്ടയൊന്നും പോയി. അല്പം ചൂണ്ട വേറെയാണ്. ആ ചൂണ്ടയിൽ പോലും ഇപ്പം കുത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എത്രയാകും ഇതിനൊക്കെ പോകണം. ഭരണം കയ്യിലുണ്ട്, സ്ഥാനമാനങ്ങൾ കയ്യിലുണ്ട്, കൊടുക്കാൻ എന്തും അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഒരു നട്ടിപ്പൂച്ച ഇതുവരെ പോയിട്ടില്ല. KPCC പ്രസിഡന്റ് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുടെ ഉദ്ദേശം എന്താണ്? സാമാന്യ ബോധം വെച്ച് മനസ്സിലാക്കും. അല്ല, ഫോൺ എടുക്കാത്തതല്ല, എടുക്കാൻ അദ്ദേഹം വേറെ എൻഗേജ്മെന്റ് ആയിരിക്കാം. ഞാൻ സംസാരിച്ചു 4 തവണയ്ക്ക് വിളിച്ചിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് എൻഗേജ്മെന്റ് ആണ് പ്രസിഡന്റ്? 4 തവണയ്ക്ക് വിളിച്ചിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി വിട്ട് പോകാന്നല്ല. 4 തവണ വിളിച്ചപ്പോഴും അദ്ദേഹം വേറെ എന്തോ ഒരു ജോലിയുടെ അകത്ത് എൻഗേജ്മെന്റ് ആണെന്നാണ് പറഞ്ഞത്. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ തിരിച്ചു വിളിച്ചിരിക്കാം. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിരിക്കാം. സ്വാഭാവികമല്ലേ. ഞാനിപ്പോൾ വിളിക്കുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കും. CPM ശുഭപ്രതീക്ഷയും KPCC പ്രസിഡന്റിന് ഒത്തിരി ശുഭപ്രതീക്ഷ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നും കുറഞ്ഞിട്ടില്ല. അതിനും വെറുതെ CPM-ന്റെ വ്യാമോഹം മാത്രം. അതിലൊന്നും അദ്ദേഹം CPM-നെടുത്ത് പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് ആരും മാഷല്ലാണ്ട് വേറെ സുധാകരന്റെ പ്രതികരണമാണ് കേട്ടത്. ശശി തരൂർ വിഷയത്തിൽ അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളിൽ ലേഖനം എഴുതിയുള്ള വിമർശനം
വിമർശനങ്ങൾ അറിയിക്കുന്നത് ഉചിതമായ നടപടിയല്ല എന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത്. 4 തവണ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു ഈ വിഷയം സംസാരിക്കാൻ. പക്ഷെ അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല. ഉടനെ തന്നെ വിളിക്കും, അദ്ദേഹവുമായി സംസാരിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ്. അതിരുവിടുന്നു, അതാണ് കെ സുധാകരന്റെ പ്രതികരണം. പരസ്യമായി പറഞ്ഞത് അത് ശരിയായില്ല, അതിരുവിടുകയാണ് തരൂരിന്റെ ഓരോ പ്രതികരണവും എന്നൊക്കെയുള്ളതാണ് കെ സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.